ഫങ്ഷണൽ ഡെവലപ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് റീഡിങ് റൈറ്റിംഗ് അത്രമാത്രം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ പറയുന്ന ലേണിങ്ങിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കുട്ടി ഞാൻ പഠിച്ചു ഇനി എനിക്ക് എഴുതാൻ വയ്യ, എഴുതിയിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് വാങ്ങിപ്പിക്കേണ്ടെന്ന രീതിയിലാണ്. ഇപ്പോൾ പീസ് റേഡിയോയിൽ തന്നെ നമ്മുടെ വഴികാട്ടി പ്രോഗ്രാമിൽ ഡോക്ടർ റാഫി ചമ്പർ പറയുന്നുണ്ടായിരുന്നു, ഏകദേശം 2000-ഓളം അറബി ഉദ്യോഗാർത്ഥികൾക്കാണ് ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെട്ടത്. അറബി ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തെ നമ്മുടെ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് വിത്തിൻ മിനിറ്റ്സ് ഷട്ട് ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വാർത്ത, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വ്യത്യസ്തമായ രാജ്യങ്ങൾ, മുന്നോട്ട് കുതിക്കുന്ന രാജ്യങ്ങൾ തന്നെ അവരുടെ ഭാവിയെ ആലോചിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തതായി കാണാണ്. നമ്മുടെ നാട് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ കുട്ടികളായിരിക്കും, മൈനേഴ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. അവരുടെ കയ്യിലാണ്. അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോണ് വേണം, അവർക്ക് അധികം ചാനലുകൾ ഇട്ട് കൊടുക്കണം, അവർക്ക് പറ്റിയ ചില കഥാപാത്രങ്ങളെ അവർക്ക് വെച്ചു കൊടുക്കണം. ഇത് ഇന്ന് വ്യാപകമാണ് എന്നുള്ളത് നമ്മുടെയൊക്കെ തന്നെ അനുഭവങ്ങളിൽ നമുക്ക് പറയാനുള്ളതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന വാർത്ത 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ള നിലക്ക് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? 2024, അത് കഴിഞ്ഞ വർഷമാണ്, ദി ആങ്ഷ്യസ് ജനറേഷൻ എന്നൊരു പുസ്തകം, ജോനാഥൻ ഹെയ്ഡിറ്റ് എന്നാണ് തോന്നുന്നത്, HEIDT എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്തോ, അദ്ദേഹം പറക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യൽ സൈക്കോളജിസ്റ്റാണ്. ഞാൻ ഈ പുസ്തകം ഒരു 3-4 മാസം മുമ്പാണ് ഞാനത് വായിക്കുന്നത്. വളരെ ആത്മാർത്ഥതയോടെ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അത് ഒരു എപ്പിഡമിക്, അതായത് ഈ സോഷ്യൽ മീഡിയ കാരണമുണ്ടാകുന്ന മെൻ്റൽ ഹെൽത്തിൻ്റെ കുറിച്ചുള്ളൊരു എപ്പിഡമിക് ഡിസീസ് എന്നാണ് അദ്ദേഹം, ഇൽനെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം പിന്നീട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതൊരു വലിയ മൂവ്മെൻ്റായിട്ട്, ഇതിന് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വലിയൊരു മൂവ്മെൻ്റായി തന്നെ ലോകത്ത് ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് പകുതി ഭാഗം റെഫറൻസാണ്. എന്നുവെച്ചാൽ അദ്ദേഹം താൻ വലിയൊരു പണ്ഡിതനാണെന്ന് സമർത്ഥിക്കുകയല്ല, മറിച്ച് മറ്റു പലരും മുന്നോട്ട് വെച്ച ആശയങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ജനറേഷനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണെന്ന് പറയുന്ന അതിലൂടെ ഉണ്ടാകുന്ന ഈ ഇൻഫ്ലുവൻസ്, അഡിക്ഷൻ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള അദ്ദേഹം വളരെ ഭംഗിയായി ആത്മാർത്ഥതയോടെ പറഞ്ഞു വയ്ക്കുകയാണ്. മാത്രമല്ല ഈ മൂവ്മെൻറ്റ് എന്താ വെച്ചാൽ, ആ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ, എ മൂവ്മെൻറ്റ് അഡ്വാൻസിങ് ഫോർ ന്യൂ നോംസ് ടു റീറൈറ്റ് ചൈൽഡ്ഹുഡ് എന്നാണ്. ആവശ്യമാണ് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ചൈൽഡ്ഹുഡിനെ റീറൈറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് ചില നോംസ് മുന്നോട്ട് വയ്ക്കണം. ആ നോംസ് 4 കാര്യങ്ങൾ അവർ പ്രധാനമായിട്ട് റെക്കമെൻഡേഷൻസ് പറയുന്നത് വെച്ചാൽ, നോ സ്മാർട്ട് ഫോൺ ബിഫോർ സ്കൂൾ. സ്മാർട്ട് ഫോൺ എന്ത് ചെയ്യുക, സ്കൂളിന് മുമ്പ് കൊടുക്കാതിരിക്കുക. നോ സോഷ്യൽ മീഡിയ ബിഫോർ 16, 16 വയസ്സിന് മുമ്പ് മറ്റേ മൈനേഴ്സിന് സോഷ്യൽ മീഡിയ നൽകാതിരിക്കുക. ഫോൺ ഫ്രീ സ്കൂൾസ് ഫ്രം ബെൽ ടു ബെൽ. ഇത് സ്കൂളുകളിലാണെങ്കിലും, അതായത് 1ാമത്തെ ബെല്ല് തൊട്ട് അവസാനത്തെ ബെല്ല് വരെ ഫോൺ വേണ്ട എന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന ആ രീതിയിലുള്ളൊരു പഠനം ഉണ്ടല്ലോ, ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത്, അത് വേണ്ട എന്ന് പറയുന്നത്. മോർ ഇൻഡിപെൻഡൻസ്, ഫ്രീ പ്ലേ, റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ റിയൽ വേൾഡ്. കുട്ടികളെ പകരം പരിശീലിപ്പിക്കേണ്ടതാണ്. അവർ കൂടുതൽ കളിക്കട്ടെ, കൂടുതൽ സോഷ്യലൈസ് ചെയ്യട്ടെ. മാത്രമല്ല സാമൂഹ്യ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇതൊരു തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം. അവർ പറഞ്ഞാൽ എവറി വൺ ഹാസ് എ റോൾ ടു പ്ലേ എന്നാണ്. അതായത് നിങ്ങൾ പാരൻ്റ് ആവട്ടെ, അധ്യാപകനാവട്ടെ, എഡ്യൂക്കേറ്റർ ആവട്ടെ, സ്റ്റുഡൻ്റ് ആവട്ടെ, ഒരു സാധാരണക്കാരനാവട്ടെ, നിങ്ങൾക്കെല്ലാം ചില റോളുകളുണ്ട്. എന്നിട്ട് ഇവർ ഈ മൂവ്മെൻറ്റ് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ചില ടൂൾ കിറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും വേണ്ട ടൂൾ കിറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പാരൻറ്റിന് എങ്ങനെയാണോ തന്നെ കുട്ടിയെ ഇതില്ലാതെ മാനേജ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ, മറ്റു പല മെറ്റീരിയൽസൊക്കെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാന് ഇങ്ങനെ മെല്ലെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ അത്ര അറിഞ്ഞിട്ടില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു മൂവ്മെൻറ്റ് അതിശക്തമാവുകയും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കൂടെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇത്ര ഒരു നിരോധനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഓസ്ട്രേലിയയുടെ ഈ ഒരു നിരോധനം ലോകം ഉറ്റുനോക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സോഷ്യൽ മീഡിയ ഇനി തൊടാൻ പറ്റുമോ അറിയില്ല. എന്തായാലും പ്രതികരണങ്ങൾ, കുട്ടികളുടെ പ്രതികരണങ്ങൾ, അപ്പോൾ ആ പ്രതികരണങ്ങളിൽ നമ്മൾ കരുതുന്നത് എന്താണ്, ഒരു ഭയങ്കരമായിട്ട് ഔട്ട്റേജ് ഇതുണ്ടാവുന്ന, അങ്ങനെയല്ല.
പലരും അതിനെ വളരെ കാമായിട്ട് അംഗീകരിക്കുന്നവരാണ്. കുറച്ച് പേരൊക്കെ എന്താ വെച്ചാൽ ഇത് പിന്നെ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പ്രതികരണങ്ങൾ പക്ഷേ അതിൽ ഒരു കമൻറ്റ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിച്ചാൽ, ഒരു കുട്ടി പറയുന്നൊരു കമൻറ്റ് എന്താ വെച്ചാൽ, മറ്റുള്ളവരൊന്നും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് വെച്ചാൽ അത് ഒരു വളരെ പ്രൈം പോയിൻ്റാണ്. അത് പിയർ പ്രഷറാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ മറ്റു കുട്ടികൾക്കും ഇത് ലഭ്യമല്ലെങ്കിൽ, അങ്ങനെ ഒരു പിയർ പ്രഷർ ഇല്ലെങ്കിൽ, അവർ കമൻറ്റുകൾ നടത്തുന്നില്ലെങ്കിൽ, അവർ കണ്ട സിനിമയെക്കുറിച്ച് ചർച്ച നടക്കുന്നില്ലെങ്കിൽ, അവർ കണ്ട റീലുകളെ കുറിച്ചിട്ടുള്ള വലിയ ഇത് നടക്കുന്നില്ലെങ്കിൽ, ഓരത് ചെയ്യുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു സാമൂഹികമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഈ കുട്ടികൾ ഇതിൻ്റെ അടിമകളായി പോയിട്ടുള്ളതെന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററുടെ ഒരു 1 മിനിറ്റ് വീഡിയോ ഉണ്ട്, മനോഹരമായിട്ട് അദ്ദേഹം എന്താ വെച്ചാൽ ഇത് നിങ്ങളെ സഹായിക്കാനാണ് എന്ന് പറയുന്നൊരു വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മളൊരു കോണ്ടെക്സ്റ്റിൽ ഇതിനൊന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞാൽ ഉണ്ടാകാവുന്നൊരിത് പറയണം. ഇവിടെ ഞാൻ ഈ ജോനാഥൻ ഹെയ്ഡിറ്റ് സോഷ്യൽ സൈക്കോളജിസ്റ്റാണ്. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായി ഞാൻ കണ്ടിട്ടുള്ളത്, ഇവിടെ സോഷ്യോളജിസ്റ്റുകൾ ഒരു ഭാഗത്തും സൈക്കോളജിസ്റ്റുകൾ വേറൊരു ഭാഗത്തുമാണ്. വളരെ കൃത്യമാണ്. ഇപ്പോൾ മൈത്രേയനെ പോലൊരാൾ, അദ്ദേഹത്തോട് നിങ്ങൾ പിന്നെ മദ്യപാനത്തെക്കുറിച്ച് ചോദിച്ചാൽ എന്താ പറയുക? വേണ്ടവർ കുടിച്ചോട്ടെ, വേണ്ടാത്തവർ എന്ത് ചെയ്യണ്ട, കുടിക്കാത്തവരൊന്നും ഈ കാലത്തിന് പറ്റിയവരല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ വെച്ചാൽ പിന്നെ ഫോൺ അഡിക്ഷൻ, വേണ്ടവർ കണ്ടോട്ടെ, വേണ്ടാത്തവർ കാണണ്ട. അതായത് ഒരു സോഷ്യൽ പേഴ്സ്പെക്റ്റീവിൽ എന്താണോ ലിബറലിസം മുന്നോട്ട് വയ്ക്കുന്നത്, ആ വാദമുഖങ്ങളെ മാത്രം എടുത്തുകൊണ്ട് ഉന്നയിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ LGBTQ മൂവ്മെൻറ്റിലും കോളേജുകളിലും സ്കൂളിലൊക്കെ ഇന്ന് നടക്കും അല്ലെങ്കിൽ നടക്കണമെന്ന് പറയുന്ന പല രീതിയിലുള്ള ഈ രാഷ്ട്രീയ കക്ഷികളടക്കം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആശയങ്ങളുടെയൊക്കെ ഒരു പരിസരം എന്താണ്? ഈ പറയുന്ന സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണലാണ്. അതേസമയം സൈക്കോളജിസ്റ്റുകൾ നോക്കി നോക്കൂ, അവർ ഫോൺ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയോ? ഇല്ല, മറിച്ച് അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പറയും. ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും അത് പിന്നെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എക്കോണമിയിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യും ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത കണ്ടെച്ചാൽ ഇദ്ദേഹം സോഷ്യൽ സൈക്കോളജിസ്റ്റാണ്. ഈ രണ്ടിനെയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഡെമോക്രസിയെ ലിബറലിസം ഹൈജാക്ക് ചെയ്തു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡെമോക്രസിക്ക് പകരം ലിബറൽ ഡെമോക്രസിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പലപ്പോഴും ബാൻ എന്നുള്ളത് വലിയൊരു ഹറാമാണ്. അതായത് എന്ത് കാര്യം, ഇപ്പോൾ മദ്യം നിരോധിക്കുക പറഞ്ഞാൽ അത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക, അങ്ങനെ ഉള്ള പറ്റുക. ഏതു കാര്യങ്ങളും നിരോധിക്കുക എന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ എതിരായ ഒന്നാണെന്നുള്ള വാദമാണ്. അപ്പോൾ എന്നാൽ അതേസമയം നമുക്ക് കാണാൻ പറ്റും ഇവിടെ മറ്റു പല കാര്യങ്ങളൊക്കെ നിരോധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇപ്പോൾ മറ്റേ 2000 നോട്ട് നിരോധിച്ചില്ലേ, പെട്ടെന്ന് ഒരു സിന്ധി നിങ്ങളെ കയ്യിലുള്ള നോട്ടില്ലാതെ. അപ്പോൾ സർക്കാരുകൾ കൊണ്ടുവരുന്ന പല കാര്യങ്ങളൊക്കെ ബാനുകൾ ഉണ്ടാവുന്നു. എന്നാൽ ഇത് അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളോ ഗുണദോഷങ്ങളോ ഒക്കെ ഒരു വാക്ക് പറയാം. അതിനേക്കാൾ എത്രയോ ദോഷം സമൂഹത്തിന് സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും നിരോധിക്കേണ്ട പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിയുടെ സ്വാതന്ത്ര്യ വിഷയങ്ങൾ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതൊരിക്കലും തന്നെ ആ രീതിയിൽ കാണേണ്ട ഒന്നല്ല. കാരണം ഇവർ തന്നെ നടത്തുന്നൊരു കാര്യം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെയാണ് പലതിനെയും നോർമലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുതിയ നോമുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് കഴിയും? സൊസൈറ്റി തീരുമാനിച്ചാൽ, പാരൻസ് തീരുമാനിച്ചാൽ, ഭരണകൂടം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമാണ്, പുതിയ നോംസ് സൃഷ്ടിക്കാൻ സാധ്യമാണ്. ഈ കുട്ടികളെ ഈ രീതിയിൽ കുറേ കൂടെ സേഫായിട്ടുള്ള ഒരു ഇത്. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഇപ്പോൾ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? ഈ സോഷ്യൽ ലൈഫിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കണക്ടിവിറ്റിക്ക്. പക്ഷേ വേറൊരു ഭാഗത്ത് സംഭവിക്കുന്നതാണ്, ഇവർ റെക്ലൂസുകളാവുകയാണ്, ഉള്ളിലേക്ക് വലിയുകയും ഇതിലൂടെ മാത്രം നോക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശരിയായ രീതിയിലുള്ള സാമൂഹ്യ പരിസരത്ത് വന്നുകൊണ്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവർക്ക് കഴിയുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് പ്രിഡേറ്റേഴ്സ് ഇരകളെ തേടിക്കൊണ്ട് ഇതിനകത്തൂടെ കടന്നു കളിക്കുന്നു. അതിൻ്റെ എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രിമിനാലിറ്റിയും വയലൻസും ഒക്കെ പലപ്പോഴും ഇൻഫ്യൂസ് ചെയ്യപ്പെടുക, കുത്തി നിറക്കപ്പെടുന്ന അവസ്ഥ, ഗെയിമുകളും മറ്റുമൊക്കെ ആയിട്ടുള്ള പലതും. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ വളരെ വ്യക്തമാണ്. അതിന്
ഇത് തടയാൻ ഇത് പര്യാപ്തമാണോ എന്നുള്ളത് മാത്രമാണ് ഒരു വിഷയം. അവിടെ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം ചില കൃത്യമായ നിലപാടുകൾ എടുക്കുകയും പാരൻസ് ആ രീതിയിൽ ശക്തമാവുകയും സ്കൂളുകളുമൊക്കെ ഇതിനകത്തുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും, ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളൊരു സംശയമില്ല. ഒപ്പുണ്ടാവുന്നൊരു ചോദ്യമുണ്ട്, ഇന്ന് കുട്ടികളൊക്കെ പഠിക്കുന്നത് ഇതിലൂടെയല്ലേ എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട, പക്ഷേ എന്ത് സമയം നമുക്കില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം, വലിയൊരു വിഷയമാക്കി നാളെ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ലേണിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി വന്ന ഒരു പ്രധാന നമ്മൾ കാണുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ നമ്മൾ അറിവുകൾ നേടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ 20-ന് ശേഷം പ്രത്യേകിച്ചും നടന്ന ഒരുപാട് പഠനങ്ങളുണ്ട്, ഈ കോവിഡാനന്തര പഠനങ്ങൾ. ഈ കോവിഡാനന്തര പഠനങ്ങളെല്ലാം പറയുന്നൊരു കാര്യം, ലേണിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്, നമ്മുടെ വെറും ഒരു അറിവിൻ്റെ ശേഖരണമല്ല, ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റാണ്. അതിന് പല പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ട കഴിവുകൾ ആർജിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷണൽ ഡെവലപ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് റീഡിങ് റൈറ്റിംഗ് അത്രമാത്രം എസെൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഈ പറയുന്ന ലേണിങ്ങിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, കുട്ടി ഞാൻ പഠിച്ചു ഇനി എനിക്ക് എഴുതാൻ വയ്യ, എഴുതിയിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് വാങ്ങിപ്പിക്കേണ്ടെന്ന രീതിയിലാണ്. അപ്പോൾ അത് ഒരു മാർക്ക് വാങ്ങൽ പ്രക്രിയ മാത്രമായി ചുരുക്കി കാണുന്നതിലൂടെ ഉണ്ടാവുന്നൊരു അപകടമുണ്ട്. കാരണം ഇതൊരു ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മുടെ ബ്രെയിനിൻ്റെ സിന്തസിസിനുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരാശയ രൂപീകരണത്തിനുള്ള, പേഴ്സെപ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള, ഡിസിഷൻ മേക്കിങ്ങിലുള്ള കുറേയധികം കാര്യങ്ങൾ നടക്കേണ്ടതാണ്. ബ്രെയിനിൻ്റെ ഒരുപാട് കോണുകളിൽ പലതും നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കറിയാം, ഈ സന്തോഷത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഇത് കാണുന്നത്. അത് കിട്ടുന്നതോടെ അവർ സാറ്റിസ്ഫൈഡായി. മാത്രമല്ല അതിനു വേണ്ടിയുള്ള ഒരു ക്രൈസും ക്രേവിങ്ങിലേക്കാണത് പോകുന്നത്. അത് ജീവിതത്തിൻ്റെ മറ്റു സന്തോഷങ്ങളെ ഇല്ലാതെയാക്കും. മറ്റു രീതിയിൽ അതിനെ കണ്ടെത്താനുള്ള അവസരങ്ങളെ, സാധ്യതകളെ പോലും ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ധാരാളം വ്യത്യസ്തമായിട്ടുള്ള വാദമുഖങ്ങളുണ്ടാകാം. പക്ഷേ ഈ മാനസിക ആരോഗ്യം എന്നുള്ള ഒരു സാധനത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നുവെച്ചാൽ പലപ്പോഴും ഇപ്പോൾ സ്മാർട്ട് ഫോൺ വേണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ വരെയുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു സജഷൻ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ, ഈ സ്മാർട്ട് ഫോണുകൾക്ക് പകരം ഫീച്ചർ ഫോണുകൾ നൽകുക എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ടുള്ള ഡിസൈൻഡ് ഫീച്ചേഴ്സുള്ള ഫോണുകൾ, അത് വെച്ച് കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റും, അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ്, ഒരു മാറ്റം ലോകത്ത് വരികയാണെങ്കിൽ ഈ ജനറേഷൻ കൂടുതൽ കപ്പാസിറ്റിയുള്ള, ക്രിയേറ്റിവിറ്റിയുള്ള, അല്ലെങ്കിൽ മൂല്യബോധമുള്ള, സാമൂഹ്യ ബന്ധങ്ങളുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള ജനറേഷനായി മാറും എന്നുള്ളതാണ് ഈ കാഴ്ചപ്പാടിൻ്റെ ഒരു ആകത്തുക. അത് പരിശ്രമിക്കേണ്ട ഒന്നാണ്. എന്തായാലും ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് പാഠം നൽകുമെന്ന് കൂടെ നമുക്ക് നോക്കാം. ഈ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പിയർ ഗ്രൂപ്പ് എന്നുള്ളത് നാട്ടിൽ നഷ്ടപ്പെടുന്നു, പക്ഷെ അവിടെ കിട്ടുന്ന ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അത് പല ഏജിലുള്ള, നേരെ പറഞ്ഞ പോലെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, ഇരയെ തേടി നടക്കുന്നവർ, ഇവർക്കിടയിലേക്കാണ് ഈ കുട്ടികൾ ചെന്ന് ചേരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഓസ്ട്രേലിയ എടുത്തൊരു നിലപാട് നന്നായി എന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികളോടൊക്കെ കൂടുതൽ ഇടപഴകാൻ കൂടി അവസരം കിട്ടുന്ന ഒരാളാണ് സഫ്വാൻ ബറാമി. അതൊരു നേതൃത്വത്തിലൂടെയുള്ള ആൾ എന്നുള്ള നിലക്ക് ഇതിനെങ്ങനെ കാണുന്നു, എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ കുട്ടികളുടെ പ്രതികരണം എന്നതുകൂടെ ഒന്ന് ഉൾപ്പെടുത്താം. അംജദ് നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പം നമ്മൾ മുമ്പ് നമ്മളൊക്കെ ഒരു ജനറേഷനിൽ ഫോൺ എപ്പോഴാണ് ഒരു കുട്ടിക്ക് കിട്ടുക വെച്ചാൽ 10ാം ക്ലാസ്സോ പ്ലസ് 2 ഒക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഗ്രിയോ ഒക്കെ എത്തുമ്പോൾ ഒരു മാർക്ക് അച്ചീവ്മെൻ്റ് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇരിക്കും, അവർക്ക് ആക്സസ് ചെയ്യാൻ തന്നെ പറ്റുക. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ജനിച്ചു വീഴുന്ന തന്നെ ഇതാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ലഹരി, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്, അഡിക്ഷനാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും, അപ്പോൾ അത് അഡിക്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും പാരൻസും ടീച്ചേഴ്സും പിന്നെ സമൂഹത്തിൽ ഇടപെടുന്ന ക്രിയേറ്റീവായി ചിന്തിക്കുന്നവരെല്ലാവരും, ലീഡർഷിപ്പിലുള്ള എല്ലാവരും ഒരുപോലെ പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഒരു ലഹരി കൺസ്യൂം ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് ഒരു മിനിമം പ്രായം ഉണ്ടല്ലോ. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു കുട്ടിക്ക് ആ മദ്യം വരി നിന്ന് വാങ്ങണമെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ കാര്യങ്ങളും ലഹരിയിലേക്ക് എത്തുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണത്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ ലഹരിയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന സോഷ്യൽ മീഡിയക്ക് ഏജ് ഒരു ബാധകമല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു പോയിന്റ് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുകയാണ്.
പിന്നെ ഇതിനി എവിടെ നിശ്ചയിക്കണമെന്നൊക്കെ വീണ്ടും ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ അവരുടെ ഒരു ഹാബിറ്റിലെ വ്യത്യാസം. ഇപ്പോൾ ഓസ്ട്രേലിയ ഈ നിയമം കൊണ്ടുവരുമ്പോൾ പറഞ്ഞത് നമുക്ക് കുട്ടികളുടെ ബാല്യം ഇതിൽ കെട്ടിയിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചാലോചിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ രംഗത്തൊക്കെ നമ്മളെക്കാൾ നന്നായി മുന്നിൽ നിൽക്കുന്ന സൂചികൾ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ അതൊരു വലിയ പാഠമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന പറയുന്ന കാര്യമാണ് കുട്ടികൾക്ക് ബാല്യം കിട്ടണില്ല, അവർക്ക് അതിന് അവസരം കൊടുക്കണില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപക്ഷം. അപ്പോൾ രക്ഷിതാക്കൾക്കാണ് അതിൽ വലിയ റോളുള്ളത്. ഒപ്പം ഭരണകർത്താക്കളൊക്കെ സീരിയസ് ആയി ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. നമുക്കുള്ളൊരു പരിമിതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നം ഇങ്ങനത്തെ സംഗതികളൊക്കെ വേൾഡ് വൈഡ് ആക്സെപ്റ്റായി അതിൻ്റെ പ്രശ്നങ്ങൾ ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ അവിടേക്ക് എത്തുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വന്ന സ്ഥിതിക്ക് ഭരണകർത്താക്കളൊക്കെ കൂടുതൽ നന്നായി അതിനെ ആലോചിക്കട്ടെ, എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്രിയേറ്റീവായ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താനും പറ്റട്ടെ. ഇവിടെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൺസെപ്ഷനിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഇപ്പം കുട്ടികൾ ഇപ്പോൾ അൽഗോരിതം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അൽഗോരിതം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്മൾ എത്രമാത്രം ഒരു നാസിക് സ്വഭാവമുള്ള ഒരാളാക്കി തീർക്കും എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എനിക്കിഷ്ടമുള്ളത് മാത്രമല്ലല്ലോ സമൂഹത്തിൽ ഞാൻ കൺസ്യൂം ചെയ്യേണ്ടത്. എല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് മാറി. ഇവിടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ജീവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രമാണ് അവന് കിട്ടുന്നത്. അത് അവൻ്റെ അത്തരമൊരു അവനിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ ഒരു പേഴ്സണാലിറ്റി നന്നായി വർദ്ധിപ്പിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഈ ന്യൂഡിറ്റി എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രായം, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോൺ കൺസപ്ഷൻ പോൺ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്ന പിന്നെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്രത്യേകം. അപ്പോൾ അതിൽ കാണുന്ന ഈ ന്യൂഡിറ്റിയാണ് ഇതിലേക്ക് കുട്ടികളെ എത്തിക്കുക. സ്വാഭാവികമായിട്ടും അതാണ് അതിൻ്റെ ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ വന്ന് കുട്ടികൾക്കിടയിലുള്ളൊരു സെക്ഷൽ ഒഫൻസുകൾ കൂടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ പിന്നെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പം പ്രധാനപ്പെട്ട വില്ലൻ സോഷ്യൽ മീഡിയയാണ്. അവിടുന്ന് കുട്ടികൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ കിട്ടുന്നൊരു എക്സ്പോഷർ ഇതിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഗുണങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ പറയുമ്പം AI കൊണ്ട് കുതിച്ചുപോയ കുട്ടികളുടെ കണക്കുകളായിരിക്കും മറുഭാഗത്ത് നമ്മൾ കേൾക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇവിടെ നിന്ന് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കൂടുതൽ ഡിസ്കഷൻ എടുക്കുന്നത്. അപ്പം എണ്ണിയാൽ ഉറപ്പായും തട്ട് താഴ്ന്നു നിൽക്കുക ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയല്ലോ തോറ്റ കുട്ടികൾ സാധാരണ പറയുന്ന കാര്യം സച്ചിൻ തെണ്ടുൽക്കറും തോറ്റ ഡ്രോപ്പ് ഔട്ടാണ്, ബിൽ ഗേറ്റ്സ് ഡ്രോപ്പ് ഔട്ടാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വയ്ക്കുന്ന കാര്യം അങ്ങനെ ഒരു ബിൽ ഗേറ്റ്സേ ഉള്ളൂ, അങ്ങനെ ഒരു ഒറ്റ സച്ചിൻ തെണ്ടുൽക്കറേ ഉള്ളൂ എന്നതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ട് എക്സൽ ചെയ്ത് വന്നവർ 1, 2, 3, 4, 5 ഉള്ളൂ. എന്നാൽ 99% വരുന്ന കുട്ടികൾ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ തട്ട് താഴ്ന്നു നിൽക്കുന്നത് എപ്പോഴും അതുണ്ടാക്കുന്ന പരിക്കുകൾ തന്നെയാണ്. ആ പരിക്കുകൾ ആണ് എന്നത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയാൽ അത്രയും കൂടുതൽ നമുക്ക് നമ്മുടെ അപകടം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറേ ക്വസ്റ്റ്യനുകളുണ്ട്. പറഞ്ഞതുപോലെ വിശാലമായൊരു ചർച്ച നടക്കേണ്ട ഏരിയയാണ്. അപ്പോൾ ഈ വലിയൊരു രാജ്യത്ത് നമ്മൾ കുട്ടികൾക്ക് ഈ ഓരോ ഓപ്പർച്യൂണിറ്റിയൊക്കെ നമ്മൾ തടഞ്ഞു വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് പോസിബിൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനൊക്കെ ആൾട്ടർനേറ്റീവ് ഉണ്ടല്ലോ. ഈ പറഞ്ഞതുപോലെ എടെക്കുകൾക്കുള്ളൊരു പിന്നെ ആക്സസിബിലിറ്റി ആയിരിക്കും വലിയ പ്രശ്നമായിട്ട് പറയാം. കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ടെക്നോളജിയിലുള്ള ഇത്തരം സംഗതികൾക്ക് എത്താൻ പറ്റാത്ത പ്രശ്നമായിരിക്കും പറയാം. അതിന് മാത്രം സൂചിപ്പിച്ചതുപോലെ അതിന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഡിവൈസുകൾ ഓൾറെഡി ഉണ്ട്. അതിനെ നന്നായി പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആവശ്യക്കാർ മാത്രം അതിലേക്ക് എത്തുന്നുള്ളൂ. എല്ലാവർക്കും ഈ എടെക്കുകൾ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ള കുട്ടികൾ മാത്രം അതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. മറ്റു വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതോടൊപ്പം പിന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ആയിരിക്കും പിന്നെ വലിയൊരു പ്രശ്നം വരാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പല നിലക്കും വരുമാനം ഉണ്ടാക്കിയ സോഴ്സാണ് ടിക്ടോക്ക്. ടിക്ടോക്ക് കൊണ്ട് വരുമാനം ഉണ്ടാക്കിയത് സത്യത്തിൽ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ പീസ് റേഡിയോയിൽ തന്നെ നമ്മുടെ വഴികാട്ടി പ്രോഗ്രാമിൽ ഡോക്ടർ റാഫി ചമ്പ്ര പറയുന്നുണ്ടായിരുന്നു, ഏകദേശം 2000-ഓളം അറബി ഉദ്യോഗാർത്ഥികൾക്കാണ് ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെട്ടത്, അറബി ഉദ്യോഗാർത്ഥികൾക്ക്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് കണ്ടൻറ്റ് മോഡറേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തെ നമ്മുടെ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് വിത്തിൻ മിനിറ്റ്സ് ഷട്ട് ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും അത്രയും പരിക്കില്ലാതെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും എന്ന് നമ്മുടെ മുന്നിൽ അങ്ങനത്തെ ഒരു ഉദാഹരണം കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ
മൊത്തത്തിൽ നമ്മൾ എടുത്താൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യാപകരും അത് കുട്ടികളെ വളർത്തിയെടുക്കുന്ന സമൂഹം എന്ന നിലയ്ക്ക് അധ്യാപകരും രക്ഷിതാക്കളും എനിക്ക് തോന്നുന്നു ഒരു പാരൻസ് മീറ്റിങ്ങിലും ഒരു PTA മീറ്റിങ്ങിലും അമിതമാച്ച് അധ്യാപകനല്ല ഒരു PTA മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് ചർച്ച തരാത്ത ഒരു PTA മീറ്റിംഗ് ഉണ്ടാവില്ല. ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇനി അത്തരം യോഗങ്ങളിലൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ചർച്ചകൾ വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ അല്പം മുന്നേ നടക്കാൻ പറ്റുമോ എന്ന് പരീക്ഷ ഇപ്പോൾ വിസ്ഡം സ്റ്റുഡൻസ് ആ നിലക്ക് നമുക്ക് ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അത്തരം ചില അവയർനെസ്സും ഇനി പുതിയൊരു ഭരണകൂടമൊക്കെ വരുമ്പോൾ ആ നിലക്കുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ ആ ഒരു അവയർനെസ്സും ഒപ്പം തന്നെ ഭരണകർത്താക്കളൊക്കെ കേട്ട് വളരെ പെട്ടെന്ന് അത്തരം തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റിയാൽ കുറേ പരിക്കുകൾ നമുക്ക് കുറയ്ക്കാമെന്നത്. രാജ്യത്തിൻ്റെ നാടിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്, നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ്. അവരെ നാശത്തിന് വിട്ടുകൊടുക്കാതെ രാജ്യത്തിന് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം. അതിന് ഭരണകർത്താക്കൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യമുണ്ട്. രാജ്യത്തെ സംഘടനകൾക്ക്, വ്യക്തികൾക്ക്, ഇൻഫ്ലുവൻസേഴ്സിന് എല്ലാവർക്കും അതിൽ ദൗത്യങ്ങളുണ്ട് എന്നാണ് നാം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ.